ഇന്ന് വെളുപ്പിന് 1-ാം തീയതി വെളുപ്പിന് ഉണ്ടായ ഉരുൾപൊട്ടലിൽ സംഭവിച്ചേക്കുന്ന കാര്യങ്ങൾ കേട്ടോ. നമ്മുടെ കണ്ണിക്കൽ ആണ്, നമ്മുടെ മൂലോട്ടുത്തരത്തുള്ള കണ്ണിക്കലുണ്ടായ സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ. ഇന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. നമ്മുടെ മൂലമറ്റം ആർക്കുളം പഞ്ചായത്തിലെ കണ്ണിക്കൽ ഒരു വീട്ടിലേക്ക് ഉരുൾ വന്ന് ആ വീട് മൊത്തം നശിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. അതുകൂടാതെ നമ്മുടെ മൂലോടത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ നമ്മൾ മൂലമറ്റം KCB കോട്ടേഴ്സുകൾക്ക് സമീപം ചേറാടിക്ക് പോകുന്നതിൻ്റെ വഴിയുടെ താഴ്ഭാഗത്തുള്ള കുറച്ച് വീടുകളുള്ള ഭാഗത്താണ്. ഇവിടെയാണ് വലിയൊരു വാഗമരം കട ഒഴുകി വീണത്. നോക്കിക്ക് ഒരുപാട് വാഗമരം ഇതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു മരമാണ് ഇവിടെ കട ഒഴുകി വീണിട്ട് ഒരു വീടിൻ്റെ ഒരു സൈഡിലേക്കും മറ്റു വീടിൻ്റെ മേൽക്കൂരയിലേക്കും പതിച്ചത്. മേൽക്കൂരയിലേക്ക് വീണ വീടിൻ്റെ ഷീറ്റെല്ലാം പൊട്ടി അടുക്കള ഭാഗം എല്ലാം തകർന്നേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ സർക്കാർ അധികൃതരൊക്കെ വന്ന് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വലിയായിട്ടുള്ള വാഗമരം. ഇതുകൊണ്ടൊക്കെ ഒരുപാട് വാഗമരങ്ങൾ നമുക്ക് ഈ പരിസരങ്ങളിൽ കാണാൻ സാധിക്കും കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് നട്ടുവെച്ചതാണ്. അപ്പോൾ അതൊക്കെ കാലക്രമത്തിൽ വെട്ടിക്കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ആ പ്രശ്നങ്ങളിലേക്കും കാഴ്ചകളിലേക്കൊക്കെ പോകാം. ഇതുണ്ടോ, ഈ വീടിൻ്റെ ഷീറ്റ് അടക്കം പൊട്ടിപ്പോയിരിക്കുകയാണ്. അടുക്കളയും ഒരു മുറിയും നശിച്ചിട്ടുണ്ട്. രാത്രി കിടന്നുറങ്ങി ഒരു അത്ഭുതകരമായ ഒരു രക്ഷപ്പെട്ടത് കേട്ടോ. ചെറിയ ചെറിയ പരിക്കുകളുണ്ട്. ഇവിടുത്തെ ഫുട്ബോൾ ടീം അംഗങ്ങളും അതുപോലെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ കൂടിയാണ് ഇതെല്ലാം വെട്ടിമാറ്റാൻ സഹായിക്കുന്നത്. ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ റാപ്പിഡ് ഫോഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ 1-2 ഇലക്ട്രിക് പോസ്റ്റൊക്കെ നശിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കറണ്ടൊക്കെ വരാൻ ഇച്ചിരി താമസം എടുക്കും. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ നന്നായിട്ട് അത് വെട്ടി കളയുവാണ്. ഒരുപാട് മിഷൻ വാളിനൊക്കെ ചെയ്യേണ്ട ഒരുപാട് പണികളുണ്ട് കേട്ടോ. അപ്പം അപകടമൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്ന് ഓർത്താൽ മതി. ഇതാണ് ഇപ്പോഴത്തെ ആ സ്ഥലത്തിൻ്റെ അവസ്ഥ. ഇത് നമ്മുടെ എലപ്പള്ളി വലിയാറിൻ്റെ ഒരു കാഴ്ച കേട്ടോ. നമ്മുടെ മണപ്പാടിലോട്ട് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. എല്ലായിടത്തും നന്നായിട്ട് മഴ പെയ്ത്, നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ ഇപ്പോൾ മഴയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇടുക്കി ജില്ലയിൽ നല്ല അതിശക്തമായ മഴയും അതുപോലെ നമ്മുടെ ഓളപ്ര അടൂർ മലയിൽ ഉരുൾപൊട്ടി ഒരാൾ മരിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ശക്തമായ നീരൊഴുക്കാണ് ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു റൂട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നമ്മുടെ അന്നൂർ വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ വരുന്ന വെള്ളം കേട്ടോ. നല്ല ശക്തിയായിട്ട് ഈ ചപ്പാത്തിൻ്റെ അടിയിലൂടെ ഒഴുകി പോകുന്നത്. ഇത് ഈ രണ്ടും കൂടെ ഈ കാണുന്ന സ്ഥലത്ത് സംഗമിച്ചിട്ടാണ് വലിയാറായിട്ട് നമ്മുടെ ത്രിവേണി സംഗമത്തിൽ പോയി പതിക്കുന്നത്. നല്ല ശക്തിയായിട്ടാണ് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ നമ്മൾ കണ്ണിക്കലെത്തി കാണുന്ന സ്ഥലത്താണ് ഈ തവണ ഉരുൾ പൊട്ടിയത്. നേരം വെളുക്കുക ഇതിൻ്റെ 2 മണി സമയത്താണ് ഇവിടെ ഉരുൾ പൊട്ടിയത്. ആ വീട്ടിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ ഉരുൾപൊട്ടിയ സമയത്ത് അയാൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ജീവൻ തന്നെ പോയേനെ. ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഗവൺമെൻറ് സർക്കാർ ഉദ്യോഗസ്ഥർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അപ്പം നമ്മൾ ആ വീട്ടിലോട്ട് കയറി ചെല്ലുക കേട്ടോ. ആ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെയുള്ള പരിസരങ്ങളിലുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ആ പ്രശ്നം കാണാനായിട്ട് അല്ലെങ്കിൽ കാഴ്ച കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുഴുവൻ ചെളിയാണ്. മേളിൽ നിന്ന് ഉരുൾ പൊട്ടിയിട്ട് ആ ചെളിയെല്ലാം ഈ പെരയ്ക്കകത്തേക്കാണ് കയറി വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഏതാണ്ട് ഒരു പകുതിയോളം ഇവിടെ ചെളി നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം വീട്ടിനകത്തോടെല്ലാം വെള്ളം കയറി ഒഴുകുന്നുണ്ട്. വീട്ടിലെ കട്ടിലും അതുപോലെ ഒരു അടുക്കളയെല്ലാം നശിച്ചു കേട്ടോ. ഡൈനിങ് ടേബിളിൽ അത്രത്തോളം നമുക്കിവിടെ ചെളി ഇങ്ങനെ പതഞ്ഞു പൊങ്ങിയിരിക്കുന്ന കാഴ്ച കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീടൊക്കെ ഇനി താമസിക്കാൻ കൊള്ളുമോ എനിക്കറിയില്ല. അപ്പം നമ്മളൊക്കെ ഒരു പരാതി കൊടുക്കുമ്പോൾ ഗവൺമെൻറ് അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ നാട്ടിലൊക്കെ അല്ലെങ്കിൽ ആ വീട്ടിലൊക്കെ താമസിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ ഈ അപകടം ഉണ്ടായിട്ട് വന്ന് ഇവിടുത്തെ കണക്കും കാര്യങ്ങളൊക്കെ എഴുതി പോയിട്ട് കാര്യമില്ല. അതിനുമുമ്പ് തന്നെ നമ്മളിതെല്ലാം വന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു അപകടം നടന്ന ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നോക്കി അറിഞ്ഞു പോയിട്ടും യാതൊരു കാര്യവുമില്ല. അതിനുമുമ്പ് ആൾക്കാർ പരാതി കൊടുക്കുമ്പോൾ അവരെയൊക്കെ ഒന്ന് പരിഗണിക്കുക എന്ന് മാത്രമേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ. അപ്പം ഇതാണ് ഈ വീടിൻ്റെ അവസ്ഥ കണ്ടോ. ബാക്കി സൈഡാണ് ബാത്റൂമൊക്കെ ഇരിക്കുന്ന ഭാഗമൊക്കെ ഇരിക്കുന്നത് കണ്ടോ. അത്രയും ഭാഗത്ത് ഉരുൾ പൊട്ടിയിട്ട് ചെളിയൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഈ രീതിയിലായിരിക്കുകയാണ്. ഈ വീട്ടിൽ ഇനി ഇവരെങ്ങനെ താമസിക്കും? ഇതാണ് ഇപ്പോൾ ഇവരുടെ അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റൂല്ലേ? ഓരോ സമയത്തും ഓരോരോ കെടുതികൾ നമ്മുടെ മനുഷ്യർക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ കണ്ണിക്കലെ ഇപ്പോഴത്തെ ഒരു വീടിൻ്റെ അവസ്ഥ. ഇതിൻ്റെ മേളിലൊക്കെ ആയിട്ട് 1-2 വീടുകളൊക്കെ ഉണ്ട്. ആ വീടുകൾ ഏതാണ്ടൊക്കെ അപകടാവസ്ഥയിലായ സ്ഥിതിയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഇവിടുത്തെ നാട്ടുകാരോട് ഇവിടുത്തെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ ഈ ഭാഗത്തോടെയാണ് ഉരുൾ പൊട്ടി വന്നത് കേട്ടോ. ഏകദേശം ഒരു 1-ാം തീയതി 2 മണിയൊക്കെ ആയ സമയത്തായിരിക്കും ഉരുൾ പൊട്ടിയത്. ഇങ്ങനെ ഉരുൾ പൊട്ടിയിട്ട് ദേ വന്നിട്ട് ആ വെള്ളമെല്ലാം ആ മരങ്ങളെല്ലാം അടിച്ചു കുത്തി ദേ കാണുന്ന വാർക്ക് വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. നമുക്ക് പുറമേ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം തോന്നുമെങ്കിൽ അകത്ത് നമ്മൾ കണ്ടതല്ലേ ഇപ്പം. ആ രീതിയിലാണ് ഇപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ. അല്ല എന്താ അല്ലേ, നമുക്ക് നമ്മുടെ വീടൊക്കെ നശിക്കുമ്പോഴല്ലേ നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഈ കാണുന്ന രീതിയിലാണ് ഇപ്പം ഈ ഉരുൾ പൊട്ടി പോയേക്കുന്നത്. ഇനി അങ്ങോട്ട് കാലവർഷം ശക്തമാകുമെന്ന് തോന്നുന്നു കേട്ടോ. ഇതുവരെ മഴ തോർന്നിട്ടില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പോലും മഴ തോർന്നിട്ടില്ല. ഉച്ചയാകാറായേ.
അണ്ണക്കിൽ ഉരുൾപൊട്ടിയ വീടിന് തൊട്ട് മേളത്തെ വീട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു അപകടാവസ്ഥയിലാണ്. അതിനെക്കുറിച്ച് ഇവിടെ താമസിക്കുന്ന ചേച്ചി കൊണ്ട് പറയുന്നതായിരിക്കും. ചേച്ചി ഇവിടുത്തെ പ്രശ്നത്തെ കുറിച്ച് ഒന്ന് പറയാമോ? പറയാം. ഈ പോൾദാനി എന്ന് പറഞ്ഞ ആളിന്റെ കയ്യാലിയാണ് ഇടിഞ്ഞ് ശോഭന വിജയൻ ചാലപ്പുറത്തിന്റെ വീടിന്റെ അങ്ങോട്ട് വന്ന് 3 പ്രാവശ്യം വന്ന് 4ാം പ്രാവശ്യം ഞാൻ തന്നെയാണ് കെട്ടിച്ചത്. അവര് ഇപ്പൊ പൈസ തരാം പിന്നെ തരാന്നും പറഞ്ഞ് നമ്മളെ പറ്റിക്കുക ചെയ്തോണ്ടിരുന്നേ. കരി ഒന്ന് പൊളിച്ച് മാറ്റി തരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു. ഞാൻ പഞ്ചായത്തിലെല്ലാം കൊണ്ടുവന്ന് പരാതി കൊടുത്തതാ. ഇല്ല, പേടിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റിയല്ല, ഞാനും 2 കുഞ്ഞു പിള്ളേരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ, അതായത് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയിലെ മൂലവട്ടത്തിൻ്റെ അവസ്ഥ കേട്ടോ. ഇതുകൂടാതെ നമ്മുടെ കുമ്മകാന ഭാഗത്ത് ഒരു വീട്ടിലും മണ്ണിടിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.